എല്ലാവർക്കും നമസ്കാരം. സോൾ ടച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ നന്നായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ആരോഗ്യത്തെക്കുറിച്ച്. ശാരീരികമായും മാനസികമായും സാമൂഹികപരമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ആ കാര്യം വർണ്ണിച്ചിരിക്കുന്നത് അതിലൂടെ. നമ്മൾ സാധാരണ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ആയിട്ട് മാത്രമാണ് കാണല്. എന്നാലും നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് മാനസിക രോഗി ആണ് എന്നുള്ളത് ചില ആളെ ഇതാക്കലുണ്ട്, മാനസികമായിട്ട് ആരോഗ്യമില്ലാത്തവരെ കാണുമ്പോൾ. പക്ഷെ എന്നാൽ പോലും ഒരു ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് വേണം. നമ്മുടേത് മനസ്സും ശരീരവും പുറത്തുള്ള ഘടകങ്ങളും വേണം. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമുക്കെപ്പോഴും ഏതെങ്കിലും ചികിത്സ ചെയ്യുമ്പോൾ അത്രയും ആരോഗ്യം കിട്ടുന്നുണ്ടോ? ശരിക്കും എൻ്റെ ലൈഫിൽ ഞാനൊരു 2022 വരേക്കും അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഒക്കെ ഉപയോഗിച്ച വ്യക്തിയായിരുന്നു. അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പൈസ അതിന് വേണം, ടൈം അതിന് വേണം. എന്നിട്ടും എനിക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതെന്നെ ഭയങ്കരമായിട്ട് സങ്കടത്തിലാക്കി. കാരണം ഒരു രോഗത്തിന് കാണിച്ചിട്ട് അത് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്നെ ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു ചിന്ത വന്നു. എൻ്റെ ഹസ്ബൻഡിന് മാത്രമായിരുന്നു ജോലി ഉണ്ടായത് ആ ടൈമിന്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത, ശരീരം മുഴുവൻ വേദനിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൻ്റെ കൂടെ ഗർഭപാത്രത്തിൽ മുഴയും, ഫൈബ്രോയിഡ്, യൂട്രസ്, അണ്ടാശയത്തിൽ മുഴ, ഇതൊക്കെ വന്നിട്ട് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം എല്ലാം എന്ത് കാണിക്കുമ്പോൾ ഈ വേദനക്ക്, കൈവേദനക്കും കാലുവേദനക്കും കാണിക്കുമ്പം അതിൻ്റെ പ്രശ്നം തുടങ്ങും. പീരീഡ്സ് സംബന്ധമായ പ്രോബ്ലം തുടങ്ങും. ഒന്നിന് കാണിക്കുമ്പോൾ വേറെ ഒന്ന്. അപ്പോൾ ഇത് ഞാൻ പേടിയോടുകൂടിയാണ് ചികിത്സ പോലും കണ്ടിരുന്നത്. മാറുന്നതിൻ്റെ അപ്പുറം എനിക്കെല്ലാത്തിനൊരു ഭയത്തോടും പേടിയോടും കൂടി ചികിത്സിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോകുന്നേ ഇല്ലായിരുന്നു. രോഗങ്ങൾ കൂടി വരുന്നൊരവസ്ഥ. അങ്ങനെ തീരെ വയ്യാണ്ട് കിടക്കുമ്പോഴാണ് ഹസ്ബൻഡിന് കൈ പൊന്താത്ത ഒരു ഇതും കൂടി വന്നത്. അദ്ദേഹത്തിന് വാർപ്പിൻ്റെ പണിയായിരുന്നു. അപ്പോൾ വലത്തെ കൈ പൊന്തുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. ജോലിക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ കൂടി ബുദ്ധിമുട്ടിലായി. അപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊരു ആരോഗ്യം ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത പോലും വന്നത്. അങ്ങനെയാണ് ഞാൻ അക്യുപഞ്ചറിലെത്തിയതും അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റിയതും. കാരണം അപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിനെ തിരിച്ച് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയൊക്കെ മരുന്ന് കുടിച്ചിട്ട് എനിക്ക് മാറാത്തത് ഒറ്റ ട്രീറ്റ്മെൻറ്റിൽ കൂടി എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് കിട്ടി. കാരണം ഒരുപാട് കാര്യത്തിന് എൻ്റെ ടൈം പോകുന്നത്. ഡോക്ടറെ കാണിക്കാൻ ഒരുപാട് നേരം നിൽക്കണം. അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങൽ, ഒരു ദിവസം ആഴ്ചയിൽ എനിക്കൊന്ന് 3 ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. പിന്നെ അതിന് ശേഷമുള്ള മരുന്നുകൾ കഴിക്കുന്നത്, എനിക്കായാലും മരുന്ന് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം ഫുഡിനെക്കാട്ടി മരുന്നുകളായിരുന്നു ഞാനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ആ ടൈം മാറുന്നുണ്ടല്ലാണ്ട് പരസ്യമായിട്ടൊന്നും പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയും എനിക്ക് പെയിനുകൾ കൂടുന്നതായിട്ടും ഒക്കെയാണ് തോന്നിയത്. പക്ഷേ ഈ അക്യുപഞ്ചറിൽ വന്നപ്പോൾ വിശന്നിട്ട് മാത്രമേ ആഹരിക്കണ്ടൂ എന്ന് പറയുമ്പോൾ തന്നെ വിശപ്പ് വളരെ കുറവാണ്. നമ്മൾ വേണ്ടാണ്ട് സമയാസമയത്ത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഇങ്ങനെ റെസ്റ്റ് വേദന, കൈയും കാലും ശരീരം മൊത്തം വേദന, രാത്രി ഉറക്കാൻ പറ്റുന്നില്ല, മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി. അപ്പോഴും ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയും നന്നായിട്ട് ഫുഡ് കഴിക്കും, വിറ്റാമിൻസ് എല്ലാം കുറഞ്ഞിട്ടാണ്. ഞാൻ കൂടുതൽ ഫുഡ് കഴിക്കും. രാത്രി 8 മണിക്കല്ലോ ഒരു പ്ലേറ്റ് ചോറൊക്കെ കഴിക്കും. പിറ്റേന്ന് നോക്കുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല. കാരണം രാത്രി ഉറക്കില്ല. ഡൈജഷൻ പ്രോസസ്സ് നടക്കേണ്ട ടൈമിലാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ബോഡിക്ക് ഹെവിനെസ് കൊടുക്കുന്നത്. അപ്പം പിന്നെ അവിടെ ഉറക്കില്ല. പിറ്റേന്ന് നോക്കുമ്പോൾ ആ പെയിന് കൂടും. ഞാൻ ഹസ്ബൻഡിനോട് പറയും മരിക്കാനായി. അത്രയും പെയിനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്യുപഞ്ചറിൻ്റെ 1ാമത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ എൻ്റെ അസുഖം പോയി, ആ വേദന പോയി. ഞാൻ ആ മാനസിക പ്രയാസം ഒന്നുപോലും ആ അക്യുപഞ്ചറിസ്റ്റിനോട് ഷെയർ ചെയ്തിട്ടില്ല എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധാരണ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് ഇന്നതാണ്, എനിക്ക് ഇങ്ങനെ പറയുന്ന ഞാൻ ഒന്നും പറയാണ്ട് അവർ എൻ്റെ പൾസ് പിടിച്ചു നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ പോയി. അതിന് ശേഷമാണ് ഞാൻ ഈ 4 ഗോൾഡൻ റൂൾസ് അറിയുന്നതും പഠിക്കുന്നതെല്ലാം. അപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി ഈ അക്യുപഞ്ചർ എന്നുള്ള ചികിത്സാ രീതിനെ.
എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഹസ്ബൻഡിന് അസുഖമായപ്പോൾ എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരു ഇതും കൂടി ആയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെ ലൈഫ് പോകുന്നു എന്നറിയില്ല എന്നുള്ളൊരു സങ്കടം കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര എനർജി വന്നു. കാരണം 2 നേരം മാത്രമേ എനിക്ക് ഫുഡ് കഴിക്കേണ്ടിയുള്ളൂ. പിന്നെ എനിക്ക് വിശക്കാറില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് എണീക്കുമ്പം ഭയങ്കര ഹെൽത്തി ആൻഡ് എനർജി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫുഡ് വളരെ കുറച്ച്, ആദ്യം കഴിക്കുന്നതിനെക്കാട്ടും വളരെ കുറഞ്ഞ അളവിലേ കഴിക്കുള്ളൂ. ഈ ലോകത്ത് ജീവിക്കാൻ ഇത്രയും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞത് അതിലൂടെയാണ്. പിന്നെ നമ്മുടെ റുട്ടീൻ മുഴുവൻ മാറി. അങ്ങനെ ഹസ്ബൻഡും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു. അതെല്ലാം എനിക്ക് കൂടുതൽ ഗുണകരമായി. കാരണം ഫുഡ് പ്രിപ്പറേഷൻ പോലും ആ ടൈമൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് ജോലി കിട്ടി. പിന്നീട് എനിക്ക് ജോലി എടുത്ത് സ്വയം ഏൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വന്നു. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ പോലെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പൈസയില്ല ഡോക്ടർ കാണിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണ്ടു എന്ന് ചിന്തിക്കുന്ന, എങ്ങനെ കിട്ടുന്ന വരുമാനം ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് ചികിത്സ നേടൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങളുടെ എനർജി ബൈബാക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും ഈ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കും. അതിൻ്റെ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.